CPIM-ന്റെ നിലപാടുകൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നേ. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെച്ച നിലപാടിൻ്റെ തുടർച്ചയായി വന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബ്ലോക്കിന് 2% വോട്ടിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. 38 സീറ്റ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഈ പശ്ചാത്തലത്തിൽ ചിത്രം മാറി വരുമായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ നിലയിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടമായ BJPയെ തകർക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് ഫലപ്രദമായി മുന്നോട്ടേക്ക് വന്നില്ല. കൃത്യമായ ഐക്യധാര രൂപപ്പെടുത്താൻ അവർ തയ്യാറായില്ല. അത് 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിനുശേഷമുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചത് അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിന് വ്യക്തമായ BJP വിരുദ്ധ മതരാഷ്ട്ര സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ നേരിടാനുള്ള കരുത്തില്ല. BJPക്ക് ബദലാണ് കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കാതെ ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാണ് എന്ന ചോദ്യത്തിന് BJP പറയുന്ന ഉത്തരം CPIM, കോൺഗ്രസ് പറയുന്ന ഉത്തരം CPIM, ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പറയുന്നത് അതേ മുദ്രാവാക്യവും അതേ ഉത്തരവും. BJPയും RSSും സംഘപരിവാറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPIM. ഇത് തമ്മിലുള്ള ഒരു അന്തർധാര കേരളത്തിൽ നിലനിൽക്കുകയാണ്. എല്ലാ പിന്തിരിപ്പൻ ശക്തികളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന്റെ ഗവൺമെന്റിനെയും എങ്ങനെയാണ് തകർക്കാനാവുക എന്ന ഗവേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുതകുന്ന രീതിയിലുള്ള UDFന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിന്റെ സമീപനം, BJPയുടെ സമീപനങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്കറിയാം ഓരോരോ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലും ഗവൺമെന്റിലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഉൾപ്പെടെ എതിരായി തെറ്റായ പ്രചാരവേല, അപഹാസ്യമായ രീതിയിലുള്ള പ്രചരണങ്ങൾ, കളവ്, അസത്യ പ്രചരണങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ തുരുമ്പും ഉപയോഗിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് CPIM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പരാജയപ്പെടുത്തേണ്ടത് എന്ന ആലോചനയിലൂടെ എല്ലാ തീവ്ര വലതുപക്ഷ വർഗീയ മതരാഷ്ട്ര സംഘടനകളെയും ചേർത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPയുടെയും കൃത്യമായ തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിന്റെ ഗുണഭോക്താവാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാം. കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള പിന്തിരിപ്പന്മാരെല്ലാം ഒരു ഭാഗത്ത് യോജിക്കുകയാണ്. RSSനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മേഖലയിൽ അവരുമായിട്ട് ചേരുകയാണ്. ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് വേണ്ടി കാസ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കാസ, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPIയും എല്ലാ വർഗീയ ശക്തികളും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ഇത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. കാരണം സെക്കുലറായ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വളരെ ചെറിയ വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. വളരെ ചെറിയ വിഭാഗമാണ് തീവ്രവാദ ശക്തിയായിട്ട് നിലകൊള്ളുന്ന SDPI എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ആശയ തടങ്കലിലാണ് ലീഗ് ഉള്ളത്. അതിനെ ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് വന്നാൽ ഞങ്ങൾക്കറിയാം കോൺഗ്രസിന്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ദൂരവ്യാപകമായിട്ട്. മുസ്ലിം ജനസാമാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, സംശയം വേണ്ട. ഇങ്ങനെ ദൂരവ്യാപകമായ ഫലമുണ്ടായാലും എന്തേ ഞങ്ങൾ ഇവരുമായി ചേർന്നാൽ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ചോദിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇപ്പോഴതിവേഗം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയുന്നത് പോലെ സാമ്പത്തിക പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തെ ഞെക്കിക്കൊല്ലാനാണ് ശ്രമം.